സുഡാപ്പി, നിന്റെ സൂക്കേട് ഇതോടെ തീർന്നോ? നീ എന്താ കരുതിയത് ഇന്ത്യയിൽ നീയൊക്കെ ന്യൂനപക്ഷങ്ങളായതുകൊണ്ട് ഇന്ത്യയിലിരുന്നു കൊണ്ട് ഹിന്ദു വംശഹത്യ നടത്താമെന്നോ, ഇന്ത്യക്കെതിരെ എന്ത് പറയാമെന്നോ? ഒന്നുമില്ല. ഇത് ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാരാണ്. ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുമിച്ച് സഹോദരങ്ങളായി ജീവിക്കുന്ന നാടാണ്. പറഞ്ഞു വരുന്നത് മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു പിതൃശൂന്യനെ കുറിച്ചാണ്. കുറച്ച് നാളുകളായി അവൻ ഈ സോഷ്യൽ മീഡിയയിലിരുന്ന ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ഈ എന്താ പറയുക അക്രമാസക്തമായ ഡയലോഗുകൾ അഴിച്ചുവിടുകയാണ്. അതായത് പാകിസ്ഥാനികൾ ഹിന്ദുക്കളെ വന്ന് കൊന്നത് നല്ല കാര്യമാണ്, ഇങ്ങനെ തന്നെ വേണം, പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളായി ഈ എന്താ പറയുക ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പോസ്റ്റ് എന്തെങ്കിലും ഇട്ടാൽ അതിന്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക. അതായത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിയായി ജീവിക്കുന്ന ഒരു എന്താ പറയുക ഒരു സുഡാപ്പി, മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യൻ പൗരത്വമുള്ള ഒരു പാകിസ്ഥാനി സുഡാപ്പി, അതാണ് മുഹമ്മദ് നസീം എന്ന് പറയുന്നത്. മലപ്പുറം സ്വദേശിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. SIO എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനുകളിൽ സൈക്കോളജിസ്റ്റായി ക്ലാസ് എടുക്കുകയും അവിടെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തകനും കൂടിയാണ് ഈ മുഹമ്മദ് നസീം എന്ന് പറയുന്ന പിതൃശൂന്യൻ. അതായത് ഈ നമ്മുടെ എന്താ ഇയാൾ പറയുന്ന കമന്റുകളൊക്കെ ഇങ്ങനെയാണ്. അവന്റെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട്. അവന്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടോ? എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്താ പറയുക, ഇവൻ ഇന്ത്യ എന്താണ് എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യൻ സൈന്യം എന്തിനു വേണമെങ്കിലും കൊല്ലട്ടെ, തിരിച്ച് നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക് ബാലൻസിങ്. അതായത് ഇന്ത്യയിലെ പാകിസ്ഥാനികൾക്ക് ആരെയും കൊല്ലാം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ലേ? തീവ്രവാദി ഹമാസ് കൊന്നത് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ്, അതിന് തിരിച്ചു കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച് ആഘോഷിക്കട തീവ്രവാദി. അതായത് തീവ്രവാദികൾക്ക് ഇന്ത്യയിലെ സൈനികരെ കൊല്ലാം, ഇന്ത്യയിലെ ആളുകളെ കൊല്ലാം, ഇന്ത്യയിൽ എന്തും നടത്താം എന്നാണ് ഇവൻ പറയുന്നത്. മറ്റൊന്ന്, നിന്റെ തീവ്രവാദം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ബംഗ്ലാദേശിൽ കിട്ടിയതുപോലെ കേരളത്തിലും കിട്ടും, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. 1021 മാറാടൊക്കെ ഓർത്താൽ നന്ന്. അതായത് മര്യാദയ്ക്കൊക്കെ ഇവന്മാര് പറയുന്നത് കേട്ട് മര്യാദയ്ക്കൊക്കെ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ, ഹിന്ദുക്കളോടാണ്, മര്യാദയ്ക്കൊക്കെ ജീവിച്ചില്ലെങ്കിൽ 1921 മാറാടിൽ നടന്നത് വീണ്ടും നടക്കും. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അതായത് ന്യൂനപക്ഷങ്ങളാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ, അവരെ വലിയ രീതിയിൽ അടിച്ചമർത്തുന്നു, ആക്രമിക്കുന്നു, കൊല്ലുന്നു, നിർദിഷ്ടമായാണ് കൊല്ലുന്നത്. 100 വർഷവും 102 വർഷവും പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ തല്ലി തകർക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ നിന്നെയൊക്കെ തീർത്ത് കളയും. ബംഗാളിലും ഇതാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനികൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരും, ഞങ്ങൾ തീവ്രവാദികളാകും, ഞങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളെയൊക്കെ കൊല്ലും, ഞങ്ങൾ ഇങ്ങനെ കലിമ ചോദിച്ചിട്ട് ചൊല്ലാത്തവരെയൊക്കെ അങ്ങ് തീർത്ത് കെട്ടിക്കളയും, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കണം, ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ, ഞങ്ങൾക്ക് 2047 മുൻപേ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, നീയൊക്കെ എന്തെങ്കിലും തിരിച്ചു കാണിച്ചാൽ ഇവിടെ വീണ്ടും ഒരു മാറാട് ആവർത്തിക്കുമെന്നാണ് ഇവൻ പറയുന്നത്. അപ്പോ ഇവന്റെ ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവന്റെ ഈ കുത്തിക്കഴപ്പ് അത് എന്താ പറയുക വല്ലാത്തൊരു സൂക്കേടാണ്. അപ്പോൾ ഇതിനെതിരെ എന്നിട്ട് ഇവൻ മറ്റു പല സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പലരും ഈ പഹൽഗാമിലെ എന്താ പറയുക നമ്മുടെ 26 നിരപരാധികളായ സഹോദരങ്ങളുടെ ജീവൻ ഈ തീവ്രവാദികൾ കൊണ്ടുപോയതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ മറുപടി നൽകിയപ്പോൾ ഇവൻ അതിന്റെ താഴെ വന്ന് ഇട്ട കമന്റാണ്: എന്നെ പൊക്കാൻ NI എപ്പോ വരും? ഞാൻ ചായയും കാപ്പിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ചായയും കാപ്പിയും തണുത്തു പോകുമല്ലോടെ, എപ്പോഴാണ് NI എന്നെ പൊക്കാൻ വരുന്നത് എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. ഡൽഹിയിലും UPയിലും ഒക്കെ എന്തോ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ഇവന്റെ രാഷ്ട്രീയം ഇത് തന്നെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ വേണ്ട, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വേണ്ട, ക്രിസ്ത്യാനികൾ പിന്നെയും വേണ്ട കുഴപ്പമില്ല, ഇന്ത്യയിൽ ഹിന്ദുക്കൾ വേണ്ട, ഹിന്ദു വംശഹത്യ, അതാണ് ഇവന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സൈന്യത്തെ വരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക. നമുക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സൈന്യം, നമ്മൾ സമാധാനമായി ഉറങ്ങുന്നത്, ഈ നാറി വരെ ഈ മുഹമ്മദ്
നസീം എന്ന് പറയുന്ന ഈ 4 പേരെ സമാധാനമായി കിടന്നുറങ്ങുന്നത് ഈ നമ്മുടെ ഇന്ത്യൻ സൈന്യം അവിടെ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഈ മുഹമ്മദ് നസീം എന്ന് പറയുന്നവനെ ഇന്ത്യയിൽ നിൽക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഇല്ല. ഇവനെ എത്രയും പെട്ടെന്ന് കയറ്റി പാകിസ്ഥാനിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഇവന്റെ ഇന്ത്യൻ പൗരത്വം തന്നെ റദ്ദാക്കണം. ഇവനെപ്പോലുള്ള സുഡാപ്പികൾ, നല്ലവരായ മുസ്ലിങ്ങളല്ല പറയുന്നത്, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒട്ടനവധി മുസ്ലിങ്ങളുണ്ട്. പാകിസ്ഥാൻ വിചാരിച്ച ഇന്ത്യ മുസ്ലിം, അതായത് ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം പോലും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതിനിടയ്ക്ക് ഒരു 5 എണ്ണം പേട്ട് കാണും. ഇപ്പൊ നമ്മൾ കുറെ തേങ്ങ എടുക്കുമ്പോൾ അതിലൊരു 6-7 എണ്ണം പേട്ട് കാണും. അതിലൊരു പേട്ടാണ് ഈ സുഡാപ്പി മുജീബ് നസീം എന്ന മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഈ പേട്ട് തലയൻ. പിന്നെ ഇവന് ബുദ്ധിയും ഇല്ല, വിവരവും ഇല്ല. പിന്നെ പക്കാ തീവ്രവാദി, പാകിസ്ഥാനി, ഇന്ത്യയിലെ പാകിസ്ഥാനി, അതാണ് ഇവൻ എന്നുള്ളത്. ഇവനെ പല പേരുകളും വിളിക്കണമെന്നുണ്ട്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിരുന്നു കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റും. ഇന്ത്യ മഹാരാജ്യത്തിരുന്നു കൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഇവനൊക്കെ നേടിയെടുക്കും. ഇപ്പൊ പാകിസ്ഥാനിൽ ചെന്നിരുന്ന ഇതുപോലൊരു ഡയലോഗ് അടിക്കാൻ ഇവനെ കൊണ്ട് പറ്റുമോ? മോനെ NI വരുമെന്ന് പറഞ്ഞാൽ നിന്നെ കുറേ ദിവസം സെർച്ച് ചെയ്തിട്ട് നിന്നെ പൊക്കിക്കൊണ്ടുപോയാൽ പിന്നെ നീ പുറം ലോകം കാണുവാടാ. രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത വകുപ്പാണ്, രാജ്യവിരുദ്ധത പറയുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവനെതിരെ ഇടുക്കി സൈബർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് വരാൻ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. ഇനി നിന്റെ എഴുത്തൊക്കെ ജയിലിൽ ചെന്നിരുന്ന് മതിയെന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിലെ സൈബർ പോലീസാണ് ഇവനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല പൈനാബ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവനുള്ളത്. മുട്ടം കോടതിയിലേക്കാണ് ഇവനെ കൊണ്ടുപോകുന്നത്. അതായത് കേരളത്തിലെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ, ഇന്ത്യയിൽ ഇവർ ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പരിഗണന കിട്ടും എന്ന് കരുതിയിട്ടാണെങ്കിൽ ഒരിക്കലുമല്ല. കാരണം ഇന്ത്യ വിരുദ്ധമായി ഹിന്ദുക്കൾ പറഞ്ഞാലും മുസ്ലിങ്ങൾ പറഞ്ഞാലും ക്രിസ്ത്യാനികൾ പറഞ്ഞാലും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ പിന്നെ നീ ഒന്നും പുറം ലോകം കാണില്ല. ഇപ്പൊ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഒരുത്തി ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടിട്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തവളുടെ ജീവിതം ഇനി എന്താണെന്ന് വല്ല ചിന്തയുണ്ടോ? അവള് ജീവിതത്തിൽ പുറം ലോകം കാണില്ല. അവളിനി ജാമ്യം പോലും അവൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. 33 വയസ്സേ അവൾക്കായിട്ടുള്ളൂ. ഈ 33 വയസ്സിനിടയിൽ അവൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ISI തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ പലതവണ ഇവൾ സന്ദർശിച്ച്, എന്നിട്ട് പാകിസ്ഥാന് നൽകേണ്ടതെല്ലാം എന്താ പറയുക, ചാരപ്രവൃത്തിയിലൂടെ നൽകി, ശാരീരികമായും നൽകിയിട്ട് അവന്മാരെല്ലാം സുഖിപ്പിച്ചിട്ട് ഇന്ത്യ അങ്ങ് തകർത്ത് തരിപ്പണമാക്കാന്ന് വിചാരിച്ചു. ഈ പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോഴും ഇവിടുത്തെ ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവൾ പാകിസ്ഥാന് വേണ്ടി ചോർത്തി എന്നാണ് നിർണായകമായ വിവരങ്ങൾ. മാത്രമല്ല 4 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. ഈ 4 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കൃത്യമായ പണം ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 12 പേരാണ് ഈ എന്താ പറയുക പാക് ചാരന്മാരായി പ്രവർത്തിച്ച 12 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അക്കൂട്ടത്തിൽ നീയുമുണ്ടോ എന്നുള്ളത് എന്നെ അന്വേഷിക്കുക. നീ എന്തായാലും ചായ ഒന്നുകൂടെ എടുത്ത് ചൂടാക്കി വെച്ചോ. അവര് വരും, ഉറപ്പാണ്. അവര് വന്ന് നിന്നെ കൊണ്ടുപോയിരിക്കും മോനെ. പിന്നെ നീ ആട്ടാപ്പടലം തേയും. പുറം ലോകം കാണണമെങ്കിൽ പിന്നെ നീ ചത്ത് വേണം പുറം ലോകം പിന്നെ കാണേണ്ടി വരുന്നത്.